പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് മന്ത്രി എം ലിജു. കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറിവ് നേടുന്നതിനൊപ്പം നല്ലൊരു വ്യക്തിത്വം കൂടി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം പാഠപുസ്തക പഠനത്തിനപ്പുറം പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക സാധ്യതകളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് മന്ത്രി എം ലിജു കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറിവ് നേടുന്നതിനൊപ്പം നല്ലൊരു വ്യക്തിത്വം കൂടി കാത്തു സൂക്ഷിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് SPCയുടെ കാര്യത്തിലും മറ്റ് സ്കൗട്ട്സിന്റെ കാര്യത്തിലും കായംകുളത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ 100% ഞാൻ കിട്ടാൻ വേണ്ടിയുള്ള എന്റെ ശ്രമങ്ങൾ ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ തന്നെ സാറിന്റെ കത്ത് തന്നാൽ മതി. ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. MSM സ്കൂൾ വലിയ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. വലിയ പാരമ്പര്യമാണ് ഈ സ്ഥാപനങ്ങൾക്കുള്ളത്. നമ്മുടെ കായംകുളം ജന്മം കൊടുത്ത കായംകുളത്തിന്റെ മുൻ ജനപ്രതിനിധി കേരളത്തിന്റെ പ്രഗത്ഭനായ ധനകാര്യമന്ത്രിയുമൊക്കെ ആയിരുന്ന PK കുഞ്ഞ് സാഹിബിന്റെ നമ്മുടെ ലോട്ടറി എന്ന് പറയുന്ന ആശയം, ഇപ്പൊ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇന്നും ആശ്വാസം പകരുന്ന ലോട്ടറിയുടെ സ്ഥാപകൻ കുഞ്ഞ് സാഹിബാണ് വർഷങ്ങൾക്ക് മുമ്പ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് സാറേ ഹിലാൽ ബാബു സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഹിലാൽ ബാബു സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മാതാവാണ് നമ്മുടെ സ്കൂളിന്റെ സ്ഥാപക അല്ലേ സാർ, ജമീല ബീവി. നമ്മുടെ സ്കൂളിലെ പ്രവേശനം തുടങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കണം. ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. MSM സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഈ MSMന്റെ പാരമ്പര്യം എന്താണെന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത പ്രവേശനോത്സവത്തിന് മുമ്പ് ഒരു വീഡിയോ സ്ക്രീൻ വെച്ച് എന്താണ് കായംകുളം MSMന്റെ ചരിത്രം എന്താണ് എന്നതിനെ കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ട് വേണം യഥാർത്ഥത്തിൽ ഈ ക്ലാസ് തുടങ്ങാൻ. PTA പ്രസിഡന്റ് സിയാദ് മണ്ണാമുറി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ T സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ PA ഹിലാൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോളമൻ റൊസാരിയോ, കൗൺസിലർ സജിന ഷഹീർ, പ്രഥമാധ്യാപിക സുൽഫത്ത, അഡ്വക്കേറ്റ് വസന്ത രാജൻ, താജുദ്ദീൻ ഇല്ലിക്കുളം, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എസ് പിള്ള എന്നിവർ പങ്കെടുത്തു. രക്ഷിതാക്കൾക്കായി കരിയർ ഗൈഡൻസും കൗൺസിലിംഗും നടത്തി. നന്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇത്രയും നല്ല സഹകരണം കാണിച്ചിട്ടുള്ളൊരു മന്ത്രി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്ത് 4ാമത്തെ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹം വരുമെന്ന് പറഞ്ഞില്ല, കാത്തിരിക്കുമെന്ന് പറഞ്ഞില്ല, എന്നെ കാണുമെന്ന് പറഞ്ഞില്ല. അവിടുന്ന് PA പോലും അറിയിക്കാൻ നേരെ കാർ ഓടിച്ച് വീട്ടിൽ വന്ന് ലിജു മന്ത്രി വന്നിരിക്കുന്നു, സാറിനെ കാണുന്നു. ഞാനങ്ങ് അന്തം വിട്ടുപോയി. സത്യം പറയാം, മനുഷ്യനെ അന്തം വിടാതിരിക്കാൻ പറ്റുമോ? ഒരു മന്ത്രി, അതും മോശക്കാരനായ മന്ത്രിയാണോ? പ്രഗത്ഭനായ ഒരു മന്ത്രി വന്ന് ഒരു ഞാൻ മാനേജെന്നുള്ളത് അത്രയില്ല എനിക്കുള്ള കപ്പാസിറ്റി. അതിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ധന്യമായ നിമിഷമായിട്ട് ഞാൻ കണ്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.